കാലം 2017 മകരമാസം. മംഗലം ഡാം KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് റൂട്ട്. എനിക്ക് ഈ കഥ പറഞ്ഞു തന്നത് ഡ്രൈവർ ജോണാണ്. KSRTCയിൽ 22 വർഷം ഡ്രൈവറായിരുന്നു. ഇപ്പോൾ പെൻഷനായി. 2017 ജനുവരി 14 അദ്ദേഹത്തിന് കിട്ടിയത് രാത്രി 9:45 അവസാന ട്രിപ്പ്. പാലക്കാട് നിന്ന് മംഗലം ഡാം വരെ. ആ റൂട്ടിൽ രാത്രി ആള് കുറവാണ്. കാടും തോട്ടവും കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ട വീടുകളേ ഉള്ളൂ. അന്ന് അമാവാസി കഴിഞ്ഞ് 2-ാം ദിവസം. നല്ല കോടമഞ്ഞുണ്ട്. ബസ്സിൽ ആകെ 6 പേര്. പിന്നെ കണ്ടക്ടർ മിഖായേലും. കരിയങ്കാവ് വളവ് കഴിഞ്ഞപ്പോൾ സമയം 10:30. അവിടെ ഒരു സ്റ്റോപ്പില്ല. പക്ഷേ റോഡ് സൈഡിൽ ഒരു സ്ത്രീ കൈ കാണിച്ചു. വെള്ള സാരി, മുടി അഴിച്ചിട്ട്, മുഖം കുനിച്ചു നിൽക്കുന്നു. മിഖായേൽ പറഞ്ഞു, ജോൺ നിർത്തണ്ട, ഈ നേരത്തെ ഇവിടെ ആരും ഉണ്ടാവില്ല. പക്ഷേ ഡ്രൈവർ ജോൺ ചവിട്ടി നിർത്തി. പെണ്ണല്ലേ, രാത്രി കാട്ടിൽ നിർത്തിയിട്ട് പോയാൽ ശരിയാവില്ല. അവർ കയറി. ടിക്കറ്റ് ചോദിച്ചപ്പോൾ തല ഉയർത്താതെ പറഞ്ഞു, മംഗലം ഡാം, 1 ടിക്കറ്റ്. ശബ്ദം നല്ല തണുത്ത്. മിഖായേലിന് അവരുടെ കൈ തട്ടിയപ്പോൾ ഐസ് പോലെ തണുപ്പ്. അവർ പോയിരുന്നത് ഏറ്റവും പുറകിലെ സീറ്റിൽ, ഒറ്റയ്ക്ക്. ബസ് വീണ്ടും എടുത്തു. പുതുശ്ശേരി എത്തിയപ്പോൾ ബസ്സിലുണ്ടായിരുന്ന 6 പേരിൽ 4 പേരും ഇറങ്ങി. ബാക്കി ഒരു ഓൾഡ് ലേഡി സാറയും പിന്നെ ആ സ്ത്രീയും. പെട്ടെന്ന് ബസ്സിൽ നിന്നും ചന്ദനത്തിരിയുടെ മണം, നല്ല സ്ട്രോങ് ആയിട്ട്. മിഖായേൽ തിരിഞ്ഞു നോക്കി. പുറകിലെ സ്ത്രീ ഇപ്പോൾ അവിടെയില്ല. സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങോട്ട് പോയി? ഡ്രൈവർ ജോൺ ബ്രേക്ക് ചവിട്ടി നിർത്തി. മിഖായേൽ പുറകിൽ നോക്കിയേ, ആരേലും വീണോ? മിഖായേൽ ടോർച്ച് അടിച്ചു നോക്കി. ആരുമില്ല. പക്ഷേ സീറ്റിൽ നനവ്, വെള്ളമല്ല, കറുത്ത കട്ടിയുള്ള എന്തോ ദ്രാവകം, ചെളിയുടെ മണവും. അപ്പോഴാണ് മുന്നിലെ ഗ്ലാസ്സിൽ ടപ്പ് എന്നൊരു ശബ്ദം. 2 പേരും ഞെട്ടി നോക്കി. ഗ്ലാസിൻ്റെ പുറത്ത് വൈപ്പറിൻ്റെ മേലെ ഒരു സ്ത്രീയുടെ കൈപ്പത്തി. വെള്ള സാരിയുടെ ഞൊറി കാറ്റിൽ പറക്കുന്നു. പക്ഷേ ബസ് 40 കിലോമീറ്റർ സ്പീഡിലാണ്. പുറത്ത് ആരെങ്കിലും എങ്ങനെ? ഡ്രൈവർ ജോൺ ആക്സിലേറ്റർ കൂട്ടി. കൈപ്പത്തി ഗ്ലാസിൽ നിന്നും ഉരഞ്ഞു മാറി. പക്ഷേ ഇപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കരച്ചിൽ കേൾക്കാം. പതിഞ്ഞ തേങ്ങൽ. എൻ്റെ മോനെ തന്നിട്ട് പോ. ഒപ്പമുണ്ടായിരുന്ന ഓൾഡ് ലേഡി സാറ ബോധം കെട്ടു വീണു. മിഖായേൽ വിറച്ചുകൊണ്ട് പുറകിൽ പോയി നോക്കി. ഏറ്റവും പുറകിലെ സീറ്റിൻ്റെ അടിയിൽ നിന്ന് മുടി, നീണ്ട നനഞ്ഞ മുടി, പുറത്തേക്ക് ഇഴഞ്ഞു വരുന്നു. ഡ്രൈവർ ജോൺ അലറി. ബസ് ഫുൾ സ്പീഡിലെടുത്തു. മംഗലം ഡാം എത്തിയപ്പോഴേക്കും സമയം 11:20. ബസ് സ്റ്റാൻഡിൽ വെളിച്ചമുണ്ട്. ബസ് നിന്നതും ഡോർ തുറന്ന് 2 പേരും ഇറങ്ങി ഓടി. സ്റ്റാൻഡിലെ ചായക്കടയിലെ മേരി ചേച്ചി വെള്ളം കൊണ്ടുവന്നു. എന്താ ജോൺ, എന്താ പറ്റിയേ? കാര്യം പറഞ്ഞപ്പോൾ അവരുടെ മുഖം മാറി. നിങ്ങൾ അവിടെ നിർത്തിയോ? അയ്യോ, അവിടെ 2012 ഒരു ചേട്ടത്തി പ്രസവത്തിന് പാലക്കാട് പോകുമ്പോൾ ഒരു ജീപ്പ് മറിഞ്ഞ് മരിച്ചതാണ്. വയറ്റിൽ 9 മാസം ഗർഭം, കുഞ്ഞും പോയി. അതിൽ പിന്നെ അമാവാസി കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അവർ ബസ് കാത്തു നിൽക്കും, കൂടെ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ. പോലീസും ഡിപ്പോയിലെ മെക്കാനിക്കും വന്ന് ബസ് പരിശോധിച്ചു. പുറകിലെ സീറ്റിൽ കണ്ട കറുത്ത ദ്രാവകം എന്താണെന്ന് ഇന്നും ആർക്കും അറിയില്ല. ലാബിൽ കൊടുത്തപ്പോൾ ഓർഗാനിക് ബട്ട് ഇൻകൺക്ലൂസീവ് എന്ന് റിപ്പോർട്ട്. ബസ്സിൻ്റെ മുന്നിലെ ഗ്ലാസിൽ പുറത്ത് 5 വിരൽപ്പാട്, ചെളി പറ്റിയ പോലെ. അതിനുശേഷം KSRTC ആ റൂട്ടിലെ അവസാന ട്രിപ്പ് 9 മണിയാക്കി. ഡ്രൈവർ ജോൺ പിന്നെ ഒരിക്കലും ആ ട്രിപ്പ് എടുത്തിട്ടില്ല. 6 മാസം കഴിഞ്ഞ് അയാൾ VRS എടുത്തു. ഇന്നും ആ റൂട്ടിൽ രാത്രി ഓടുന്ന ലോറി ഡ്രൈവർമാർ പറയും, കരിയങ്കാവ് വളവ് അടുക്കുമ്പോൾ വണ്ടിയുടെ ഉള്ളിൽ ചന്ദനത്തിരി മണത്താൽ, സൈഡിൽ വെള്ളസാരി കണ്ടാൽ നിർത്തരുത്. നിർത്തിയാൽ അവർ കയറിയാൽ ചോദിക്കും, എൻ്റെ മോനെ കണ്ടോ? അതിന് ഇല്ല എന്ന് പറയരുത്. പറഞ്ഞാൽ അവർ കൂടെ വരും. അത് മംഗലം ഡാം വരെയല്ല, നിങ്ങളുടെ വീട് വരെ.